കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. അവരുടെ കാര്യം വിട്. കല്യാണത്തിന് മുമ്പ് നമ്മള് എന്തുമാത്രം എൻജോയ് ചെയ്തു. പാർക്കിൽ പോയിരുന്നു, മോൾസിൽ പോയിരുന്നു, പബ്ബിലും പോയിരുന്നു. കല്യാണത്തിന് ശേഷം ഒരിടത്തും പോയിട്ടില്ല. എനിക്കും ആഗ്രഹങ്ങളൊക്കെ ഇല്ലേ? അതൊക്കെ നീയല്ലേ നടത്തി തരേണ്ടേ? നീ ഇങ്ങനെ ഒന്നും കാണാതിരുന്ന എങ്ങനെ അഖിൽ? എനിക്ക് വീട്ടില് ബോറടിക്കുകയാണ് അഖിൽ. ഇപ്പൊ എന്ത് വേണോന്നാ? നമുക്കും കൂടി ഹണിമൂണിന് പോകണം. അമ്മ സമ്മതിക്കില്ല. സമ്മതിപ്പിക്കണം. എനിക്കൊന്ന് റിഫ്രഷ് ആവണമെന്നുണ്ട്. ജോലിയുണ്ട് കാർത്തിക. ഒരാഴ്ചത്തെ കാര്യമല്ലേ ഉള്ളൂ. ജോലി ഇനിയും ചെയ്യാലോ. വീട്ടിലെ സിറ്റുവേഷൻ ഇപ്പൊ അത്ര ശരിയല്ലടി. ദാറ്റ്സ് വൈ നമുക്ക് പുറത്തു പോയിട്ട് വരാന്ന് പറഞ്ഞത്. അങ്ങനെ അല്ല കാർത്തിക. പ്ലീസ് അഖിൽ. കല്യാണം കഴിഞ്ഞ അന്ന് മുതലേ ഞാൻ എന്തു പറഞ്ഞാലും നീ എതിർക്കും. കുറഞ്ഞ പക്ഷെ ഹണിമൂണിനെങ്കിലും ഒന്ന് കൊണ്ടുപോ. കല്യാണത്തിന് മുമ്പ് എന്തൊക്കെ പ്രോമിസ് ആയിരുന്നു. നിന്നെ ഞാൻ അങ്ങനെ നോക്കൂ ഇങ്ങനെ നോക്കൂ എന്നൊക്കെ വലിയ ഡയലോഗ് ആയിരുന്നല്ലോ. ഇങ്ങനെയാണോ നീ നോക്കുന്നത്? ഓക്കെ ഓക്കെ, അമ്മയോട് ഏട്ടനോടും ചോദിച്ചിട്ട് പറയാം ഞാൻ. അവർ ഓക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പോവാം. എങ്ങനെയെങ്കിലും നീ അവരെ കൊണ്ട് സമ്മതിപ്പിക്കണം. ഓക്കെ അല്ലേ? ശരി ശരി. അച്ഛന്റെ ദേഷ്യം ഇനിയും കുറഞ്ഞില്ലെന്ന് തോന്നുന്നു. അമ്മയ്ക്കും ഇതുവരെ ദേഷ്യം മാറിയിട്ടില്ലെന്ന് തോന്നുന്നു. രണ്ടുപേരും ഒന്നും കഴിച്ചിട്ടില്ല. നമ്മളും ഒന്നും കഴിച്ചില്ലല്ലോ. നമുക്കൊരു കാര്യം ചെയ്യാം. അമ്മ അച്ഛനും കോംപ്രമൈസ് ആവാനായിട്ട് എന്റെ കയ്യിലൊരു ഐഡിയ ഉണ്ട്. എന്താ ഐഡിയ? നിങ്ങൾ വാ, ഞാൻ പറയാം. അച്ഛാ അച്ഛാ. എന്താ മോളെ? ഡിന്നർ കഴിച്ചാലോ? നിങ്ങൾ കഴിച്ചോ? എനിക്ക് വേണ്ട. റൂമിൽ വെച്ച് ഞാൻ അമ്മയോട് ചോദിച്ചപ്പോ അമ്മയും ഇതാ പറഞ്ഞത് അച്ഛാ. അല്ല, അമ്മ എന്ത് പറഞ്ഞു? നമ്മളാരും കഴിച്ചില്ലെങ്കിൽ അമ്മയും കഴിക്കില്ലെന്ന്. ഓ, അങ്ങനെയാണോ? അതെ അച്ഛാ. അച്ഛൻ കഴിച്ചാലേ ഞങ്ങൾക്ക് ഡിന്നർ തരൂ. പ്ലീസ് അച്ഛാ, ഞങ്ങൾക്ക് നല്ലോണം വിശക്കുന്നുണ്ട്. അമ്മയ്ക്കും ഒരുപാട് വിശക്കുന്നുണ്ട്. ഒന്ന് വാ അച്ഛാ. അങ്ങനെയാണെങ്കിൽ പോയി ആദ്യം നിങ്ങളുടെ അമ്മയെ വിളിക്ക്. ഓക്കെ? അമ്മ അമ്മ. എന്താ ഞാൻ കേൾക്കാതെ രഹസ്യമായിട്ട് സംസാരിച്ചോണ്ടിരിക്കുന്നെ? അച്ഛന് ഒരുപാട് വിശക്കുന്നുണ്ടെന്ന്. അമ്മ കഴിച്ചാൽ മാത്രമേ അച്ഛനും കഴിക്കുള്ളൂന്ന്. അങ്ങനെയാണോ? അങ്ങനെ പറഞ്ഞോ? അതെ അമ്മ. അമ്മ വിശന്നിരിക്കുന്നോണ്ട് അച്ഛന് വിഷമാവുന്നെന്ന്. അമ്മ വാ അമ്മ. വാ കഴിക്കാം. അതെ ഏട്ടാ, വരൂ കഴിക്കാം.
വസുന്ധര, താനും ഞങ്ങളുടെ കൂടെ ഇരിക്കും. ഏട്ടൻ കഴിച്ചോളൂ. അമ്മയും കൂടി ഞങ്ങളുടെ കൂടെ ഇരിക്കേ. ഏട്ടൻ ആദ്യം കഴിക്കട്ടെ. എന്താ അങ്ങനെ? ഞാൻ ഭക്ഷണം കഴിക്കില്ലെങ്കിൽ താനും ഭക്ഷണം കഴിക്കില്ലെന്നല്ലേ പറഞ്ഞേ? അങ്ങനെയല്ല, ഞാൻ കഴിച്ചു കഴിഞ്ഞിട്ടേ ഏട്ടൻ കഴിക്കുള്ളൂ എന്നല്ലേ പറഞ്ഞത്. ഞാൻ കഴിച്ചോളാം, ഏട്ടൻ ഇപ്പൊ കഴിക്കും. സോറി അച്ഛാ, നിങ്ങൾ രണ്ടുപേരും കോംപ്രമൈസ് ആക്കാൻ ഞങ്ങൾ നിങ്ങളോട് കള്ളം പറഞ്ഞതാ. അതെ, പിന്നെ നിങ്ങളുടെ രണ്ടുപേരുടെയും കാലില് കയറ് കെട്ടിയത് ഞാനാ. അങ്ങനെ ചെയ്താലെങ്കിലും നിങ്ങൾ കോംപ്രമൈസ് ആവുമെന്ന് ഞാൻ വിചാരിച്ചു. എന്നാലും അച്ഛൻ ഞങ്ങളെ പുറത്തോട്ട് കൊണ്ടുപോയില്ല. അറ്റ്ലീസ്റ്റ് വീട്ടിലെങ്കിലും നിങ്ങൾക്ക് രണ്ടുപേർക്കും സന്തോഷമായിട്ടിരുന്നൂടെ? എന്തിനാ വഴക്ക് കൂടുന്നേ? പ്ലീസ് അച്ഛാ, പ്ലീസ് അമ്മ, രണ്ടുപേരും വഴക്കുണ്ടാക്കല്ലേ. നിങ്ങൾ ഹാപ്പി ആയിട്ടിരുന്നാലേ ഞങ്ങൾ ഹാപ്പി ആയിട്ടിരിക്കോളൂ. അതെ, നിങ്ങൾ വഴക്കുണ്ടാക്കിയ ഞങ്ങൾ ഒരുപാട് വിഷമിക്കും, പിന്നെ കരച്ചിലും വരും. നിങ്ങൾ കോംപ്രമൈസ് ആവാതെ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്താ ഞങ്ങൾ ഈ വീട് വിട്ട് പുറത്തു പോവും. ഓക്കെ, ഞങ്ങളുടെ പിണക്കെല്ലാം തീർന്നു. സത്യമായിട്ടും? യെസ്. അതെ, ഞങ്ങളുടെ പിണക്കം മാറി. ഏട്ടൻ ഇന്ന് ഇതുവരെ കാണാത്ത രീതിയിലാണ് പെരുമാറിയത്. അല്ലെങ്കിൽ ഏട്ടൻ ഇങ്ങനെയൊന്നും അല്ലല്ലോ. താനും ഇന്ന് വളരെ പ്രത്യേക രീതിയിലാണ് ബിഹേവ് ചെയ്തേ. നിങ്ങൾ രണ്ടുപേരും ചേർന്ന് ഞങ്ങളെ ഇനിയെങ്കിലും ഒന്ന് പുറത്തോട്ട് കൊണ്ടുപോകാൻ പറ്റുമോ? ഐ എം വെരി വെരി സോറി. നെക്സ്റ്റ് ടൈം നമുക്ക് തീർച്ചയായിട്ടും പോവാം. ഓക്കെ? പ്രോമിസ്? പ്രോമിസ്. ഇതുപോലത്തെ ചെരുപ്പിട്ട് എങ്ങനെയാ നടക്കുക? ഓ ഓ അതുപോലൊരു ക്യാറ്റ് വാക്ക് ഞാൻ നടന്നിട്ടേ ഇല്ല. ഇപ്പോഴൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ആരും കണ്ടില്ലല്ലോ. എന്താ പറ്റിയതാണ്ടി? ഈ ചെരുപ്പ് നിന്റെ ഇഷ്ടത്തിന് അവിടെ ഇവിടെ ഇട്ടാ എങ്ങനാ? അതില് കാലടിച്ച് ഞാൻ തറയിൽ വീണു.
അങ്ങനെയല്ല ചെറിയമ്മ. അമ്മമ്മ ചെറിയമ്മയുടെ ചെരുപ്പിട്ടിട്ട് കാറ്റ് വാക്ക് ചെയ്യാൻ നോക്കിയപ്പോ താഴെ വീണു. ഈ പ്രായത്തിൽ നിങ്ങൾക്ക് ഇതിന്റെയൊക്കെ ആവശ്യമുണ്ടോ? എഴുന്നേക്ക് ആന്റി, എഴുന്നേക്ക്. മുട്ടയുടെ വലിപ്പേ ഉള്ളൂ, എന്നെ നോക്കി ചിരിക്കുന്നോടാ. നിന്നെ കാറ്റ് വാക്ക് ചെയ്ത് വീണത് നിങ്ങളാ. ഉണ്ണിയോട് എന്തിനാ ദേഷ്യപ്പെടുന്നേ? ഞാൻ മുതിർന്നയാളാ, എന്തെങ്കിലും ഒന്ന് ശ്രമിച്ചു നോക്കിയെന്ന് വെച്ചോ, അതിനിവൻ ഇങ്ങനെ ചിരിക്കണോ? ഇവനൊരു പണി കൊടുത്തേ മതിയാകൂ. കീർത്തി, നിന്റെ അടുത്തൊരു കാര്യം പറയാനുണ്ട്. അച്ഛാ, കീർത്തി, അച്ഛാ. കീർത്തി, കീർത്തി, എന്ത് പറ്റി? അഖിൽ, നീ പെട്ടെന്ന് പോയി ഫസ്റ്റ് എയ്ഡ് ബോക്സ് കൊണ്ടുവാ. അയ്യോ അയ്യോ, എന്താ ഉണ്ണി നീ ഇങ്ങനെ ചെയ്തേ? ആ പെങ്കൊച്ചി നിനക്ക് എന്ത് ദ്രോഹം ചെയ്തു? എന്തിനാ അവളെ തള്ളിയിട്ടെ? എന്തു പറ്റി? ചോദിക്കെടുത്തി. ഈ പിശാചി ചെക്കനുണ്ടല്ലോ, ഇവൻ മനഃപൂർവ്വം കീർത്തിയെ താഴെ തള്ളിയിട്ടു. കീർത്തിയുടെ കൈ മുറിഞ്ഞ് രക്തം വരുന്നുണ്ടോ? ഞാൻ വേണമെന്ന് വിചാരിച്ച് ചെയ്തതല്ല അച്ഛാ, അറിയാതെ അങ്ങനെ പറ്റിപ്പോയതാ. എങ്ങനെയാണ് അറിയാതെ സംഭവിക്കുന്നേ? മുഖത്തെന്താ കണ്ണില്ലേ? കണ്ടൂടെ നിനക്ക്? ഇളയമേ, കൊച്ചുകുട്ടിയോട് എന്താ ഈ പറയുന്നേ? ഏട്ടത്തി പറയുന്നത് ശരിയല്ലേ അഖിൽ? വന്നു വന്ന് ചിലർക്ക് കണ്ണ് തലയുടെ മുകളിലാ, കാല് തറയിലൊന്നും അല്ല നിൽക്കുന്നത്. ഏട്ടാ, വേഗം കൊണ്ടുവാ. എന്തിനാടാ കീർത്തിയെ തള്ളിയിട്ടത്? വേണമെന്ന് വിചാരിച്ച് തള്ളിയിട്ടതല്ല അമ്മമ്മ, അറിയാതെ അങ്ങനെ പറ്റിപ്പോയതാ. അറിയാതെ എങ്ങനെയാടാ അങ്ങനെ സംഭവിക്കുന്നത്? അമ്മേ, അറിയാതെ സംഭവിച്ചതെന്ന് അവൻ പറയല്ലേ? അവൻ മനഃപൂർവ്വം ചെയ്തതാ. ആരെങ്കിലും അറിഞ്ഞോണ്ട് ചെയ്യുകളെ. അനുവിനോട് കീർത്തിയോട് ഉണ്ണിക്ക് എത്രത്തോളം ഇഷ്ടമുണ്ടെന്ന് നമുക്ക് അറിയാവുന്നല്ലേ. മോൾക്കൊന്നുമില്ല കേട്ടോ, ഒരു കുഴപ്പമില്ല. ദാടായില്ലേ, താഴേട്ടാ. ഒന്നുമില്ല മോളെ, കരയണ്ട. കരയണ്ട കേട്ടോ, ഇപ്പൊ ശരി. അയ്യോ, കരയില്ല മോളെ, ശരിയായിക്കോളും, എല്ലാം ശരിയായിക്കോളും. കീർത്തി,
എന്ത് സംഭവിച്ചാലും വായടച്ച് നോക്കിക്കൊണ്ട് നിൽക്കണം. ആർക്കും ഒന്നും പറയാൻ പാടില്ല. അമ്മേ, കുട്ടികൾ എന്തോ കളിച്ചോണ്ടിരിക്കുമ്പോ പറ്റിയതാണെങ്കിൽ പ്രശ്നമില്ലായിരുന്നു ഭാസ്കർ. ഇത് മനഃപൂർവ്വം തള്ളിയിട്ടാൽ എങ്ങനാ? ഒരു ചെറിയ മുറിവായതുകൊണ്ട് വലിയ കുഴപ്പമില്ല. കയ്യോ കാലോ ഒടിഞ്ഞിരുന്നെങ്കിലോ, കണ്ണോ മൂക്കോ ഇടിച്ചിരുന്നെങ്കിലോ? ഒരു കുറവുമില്ലാത്ത പെൺകുട്ടികൾക്ക് പോലും ഇപ്പൊ കല്യാണം നടക്കുന്നില്ല. കയ്യോ കാലോ പോയിരുന്നെങ്കിൽ ഇവിടെ നാളെ ആര് കെട്ട് എന്റെ അടുത്തി? അത് അവരും കൂടെ മനസ്സിലാക്കണം. ആരെങ്ങനെയായാലും നമുക്ക് എന്താന്ന് ചിന്തിക്കുന്നവരോട് എന്ത് പറയാനാ? എല്ലാം അവരുടെ ഇഷ്ടം പോലെയല്ലേ നടക്കുന്നേ. ഞാൻ എന്നെ വെച്ച് സത്യം ചെയ്യുവാ. ഞാൻ വേണമെന്ന് വിചാരിച്ച് ചെയ്തതേ അല്ല. നീ എന്തായാലും തള്ളിയിട്ടല്ലോ, എന്നിട്ട് മുതലക്കണ്ണീർ ഒഴുക്കുന്നോ? ഇതൊക്കെ ആരെ വിശ്വസിപ്പിക്കാനാ? ഞങ്ങളുടെ കുട്ടികളെ കൊല്ലാനാ നീ വന്നേ? ഇളയമ്മേ, വെറുതെ വേണ്ടാതിനെ സംസാരിക്കരുത്. അറിഞ്ഞോണ്ട് ചെയ്തല്ലെന്ന് ഉണ്ണി പറഞ്ഞല്ലേ, പിന്നെന്താ? എന്റെ കുട്ടി എന്ന് പറയുന്നു. എന്താ, ഉണ്ണി എന്റെ സ്വന്തം മകനല്ലേ? അനുവിന്റെ കീർത്തിയുടെ മൂത്ത ഏട്ടനല്ലേ? വയസ്സായിട്ട് മാത്രം കാര്യമല്ല, ബുദ്ധിസ്ഥിരതയോടെ സംസാരിക്കാനും പഠിക്കണം. കുട്ടികളെ കുട്ടികളായിട്ട് കാണും, അല്ലാതെ അവർക്കിടയിൽ ശത്രുത ഉണ്ടാക്കരുത്. വെറുതെ വായി തോന്നുന്ന വിളിച്ചു പറയും ചെയ്യരുത്. എന്താ ഇളയമേ, രാവിലെ തന്നെ അബിയെ ദേഷ്യം പിടിപ്പിച്ചല്ലോ. കണ്ടല്ലോ എടുത്തി, തള്ളി വിട്ടവനൊരു കുഴപ്പമില്ല. തെറ്റല്ല അപ്പൊ നമ്മുടെ. ഈ വീട്ടിലൊന്ന് സംസാരിക്കാൻ പോലും എനിക്ക് പേടിയാ. നമ്മുടെ തരത്തിന് സംസാരിക്കാൻ പോലും ആരുമില്ല. എന്തു പറഞ്ഞാലും തെറ്റ് നമ്മുടെ ഭാഗത്തായതുകൊണ്ട് വായടയ്ക്കുന്ന നല്ലത്. ഇനി മുതൽ നിങ്ങളും ഞാനും വായ മൂടിക്കെട്ടി ഒരു മൂലക്കിരിക്കുന്നതാവും നല്ലത്. എടുത്തി കലികാലം. പണ്ടൊക്കെ ഏടത്തി സംസാരിക്കുമ്പോ എവിടെ ആരും വാ തുറക്കാറില്ലായിരുന്നു. ഇപ്പൊ ഏടത്തിയോട് വാ പൂട്ടിയിരിക്കാനാ പറയുന്നേ. മാറിപ്പോയി ഏടത്തി, ഈ വീട് മൊത്തത്തില് മാറിപ്പോയി. ഏട്ടത്തിയുടെ ജാതകമേ മാറിപ്പോയി. ഏട്ടന് ഏടത്തി പറഞ്ഞാ കേൾക്കാണ്ടായി, അഭിമോന് ഏടത്തി പറഞ്ഞാ കേക്കില്ല. എല്ലാരും ആ വസുവിന്റെ ഉണ്ണിയുടെ ഭാഗത്തായിപ്പോ. ഇനി അവളുടെ ഭരണാ ഇവിടെ. ഇനി എല്ലാം അവരുടെ ഇഷ്ടം പോലെ നടക്കും ഏടത്തി. എങ്ങനെയുണ്ടടി എന്റെ പെർഫോമൻസ്? എന്നെ നോക്കി ചിരിച്ചതിന് ഉണ്ണിക്ക് നല്ല പണി കൊടുത്തു. എല്ലാം നല്ലത് തന്നെ ആന്റി. നിങ്ങൾ കാരണമാണ് കീർത്തി വീണതെന്ന് ഉണ്ണി എങ്ങാനും അമ്മയോട് പറയുകയാണെങ്കിൽ പിന്നെ നിങ്ങളുടെ അവസ്ഥ എന്താവൂന്നൊന്ന് ആലോചിച്ച് നോക്കിക്കേ. ഇപ്പൊ വേദന ഉണ്ടോ മോളെ? ഇപ്പൊ ഇല്ല അച്ഛാ, മുറിവ് കെട്ടിയല്ലോ, വേദന കുറഞ്ഞു. ഇപ്പൊ എങ്ങനെയുണ്ട് മോളെ? കൊഴപ്പില്ല. ഉണ്ണിക്ക് വേണ്ടിട്ട് ഞാൻ സോറി പറയാം മോളോട്. അയ്യോ, അമ്മ എന്തിനാ സോറി പറയുന്നേ? ഉണ്ണി കാരണമല്ലേ നീ താഴെ വീണേ, അതുകൊണ്ടല്ലേ മുറിഞ്ഞത്. സോറി കീർത്തി, ഞാൻ വേണമെന്ന് വിചാരിച്ച് ചെയ്തല്ല. വെരി സോറി. സത്യമായിട്ടും നിന്നെ ഞാൻ ഹേർട്ട് ചെയ്യണമെന്ന് വിചാരിച്ചതേ അല്ല.
എനിക്കറിയാം ഉണ്ണി, നീ കാരണം അല്ല ഞാൻ താഴെ വീണത്. നീ കരയണ്ട. ഞാൻ കാരണം നീ താഴെ വീണേന്ന് സുമംഗലി അമ്മ പറയുവാ. അമ്മമ്മ എന്നെ ഒരുപാട് വഴക്ക് പറഞ്ഞു. അമ്മുമ്മയ്ക്ക് നിന്നെ കുറിച്ച് അറിയില്ല ഉണ്ണി. നീ വളരെ നല്ല കുട്ടിയാ. നീ എന്റെ ചേട്ടനാ. എന്റെ കൂടെ നീ എപ്പോഴും കളിക്കാൻ വരും, ഹോംവർക്ക് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും, നിന്റെ പോക്കറ്റ് മണി കൊണ്ട് ചോക്ലേറ്റ്സും ഐസ്ക്രീമും എല്ലാം വാങ്ങി തരും. സ്കൂളില് ഞങ്ങളെ ആരും വഴക്കൊന്നും പറയാതെ എപ്പോഴും നീയാ നോക്കുന്നത്. നീ ഞങ്ങളുടെ കൂടെ ഉള്ളപ്പോ ഞങ്ങൾക്ക് വല്ലാത്ത ധൈര്യമാണ്. ഇതൊന്നും ഇവിടെ ആർക്കും, പ്രത്യേകിച്ച് അമ്മുമ്മയ്ക്കും അറിയില്ല. അപ്പൊ എന്നോട് നിനക്ക് ദേഷ്യമൊന്നുമില്ലല്ലോ? ഇല്ല. കുറച്ച് ദേഷ്യം പോലും ഇല്ലല്ലോ? നീ ഞങ്ങളുടെ ചേട്ടനാണുണ്ണി. നിന്നോട് ഞാൻ എന്തിനാ വെറുതെ ദേഷ്യപ്പെടുന്നത്? ഞാൻ കാരണമല്ലേ ഇന്ന് നിന്റെ കൈ മുറിഞ്ഞത്? വീണ സമയത്ത് നീ കരഞ്ഞില്ലേ? നീ കാരണമല്ല ഞാൻ വീണതെന്ന് പറഞ്ഞല്ലോ. അതുമല്ല, എനിക്കിപ്പോ വേദനയൊന്നുമില്ല. വേദനയൊക്കെ കുറഞ്ഞു. അച്ഛാ, ഇതിൽ ഉണ്ണിയുടെ ഭാഗത്ത് തെറ്റൊന്നുമില്ല. ഉണ്ണിയെ വഴക്കൊന്നും പറയരുതേ. അമ്മേ, അമ്മയും ഉണ്ണിയെ വഴക്കൊന്നും പറയരുത് കേട്ടോ. ഉണ്ണി വളരെ നല്ലൊരു കുട്ടിയാ. ഐ എം സോറി അച്ഛാ. ഇനി മുതൽ ഞാനിങ്ങനെ ചെയ്യില്ല. കീർത്തിയെയും അനുവിനെ നല്ലതുപോലെ നോക്കിക്കോളാം. എനിക്കറിയാം ഉണ്ണി, യു ആർ ദ ബെസ്റ്റ് ബ്രദർ. അനുവിനെയും കീർത്തിയെയും നീ നോക്കുന്ന അത്ര കെയറിംഗ് ആയിട്ട് ആർക്കും നോക്കാൻ കഴിയില്ല. നീ വളരെ നല്ലൊരു ചേട്ടനാ മോനെ. താങ്ക് യു അച്ഛാ. നിങ്ങൾ എപ്പോഴും ഇങ്ങനെ തന്നെ ഇരിക്കണം, ഒരുമയോടെ ഇരിക്കണം. നിങ്ങളെപ്പറ്റി ആരെന്ത് തെറ്റ് പറഞ്ഞാലും ശ്രദ്ധിക്കരുത്, വഴക്ക് കൂടുകയും ചെയ്യരുത്. ആര് തെറ്റ് ചെയ്താലും അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്യണം. എന്താ ഓക്കെ അല്ലേ? ഗുഡ്, വെരി ഗുഡ്. വസുന്ധര, ഇത് വളരെ ചെറിയൊരു കാര്യമാണ്. വെറുതെ വിഷമിക്കരുത്. അമ്മ ഇളയമൊക്കെ കാര്യം അറിയാതെ സംസാരിക്കുക. ഉണ്ണി തെറ്റൊന്നും ചെയ്യില്ലെന്ന് എനിക്കറിയാം.